ആയിട്ടൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ പോയാൽ തിരിച്ച് സേഫായിട്ട് വീടെത്തും. ഒരു ടൈമുണ്ട്, ഇന്ന സമയം പറഞ്ഞാൽ ആ ടൈമിനുള്ളിൽ വീടെത്തും എന്നൊരു വിശ്വാസം നിങ്ങൾ അവർക്ക് മുമ്പിൽ ക്രിയേറ്റ് ചെയ്യുക. ഒരു ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഒരു ഓൾ കേരള അടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതിന് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിനെ പോലെ നിങ്ങൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കാതിരിക്കുക. ട്രാവൽ ചെയ്യാനുള്ളൊരു മൈൻഡുണ്ട്, ഏതൊരു സ്ഥലം കണ്ടാലും ഒരു ആസ്വദിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് വണ്ടി ഒരു ഫാക്ടറി അല്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളവിടെ ഉള്ളത് നമ്മളെ പെഗാസസ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ തോന്നിക്കാണും പെഗാസസ് എന്തുവാന്ന്. ഞാൻ എൻ്റെ വണ്ടിയെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് കേട്ടോ പെഗാസസ് എന്ന്. നമ്മൾ കൊച്ചിങ്ങൊക്കെ ഓരോ പേര് ഇടില്ല, അതുപോലെ ഞാൻ വിളിക്കുന്നൊരു പേരാണ്. ഓക്കെ, ചിലരിത് വട്ടെന്നൊക്കെ പറയും. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുമ്പം ഒരു ട്രാവൽ ബ്ലോഗോ അല്ലെങ്കിൽ ബൈക്കിനെ പറ്റിയൊരു റിവ്യൂ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ ചോദ്യങ്ങൾക്കുള്ള ചെറിയ ഒരു മറുപടി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വണ്ടി എടുത്തുനിന്ന് റോഡിലോട്ട് ഇറങ്ങാം. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഒരു റോഡെന്നൊക്കെ പറയാം. കേരളത്തിൽ നല്ല നല്ല റോഡുകളുടെ എണ്ണം വളരെ കുറവാണ്. ഒരു 9 മണി 10 മണിക്കൊക്കെ മുമ്പൊക്കെ നല്ല വൈബാണ്, അതിനുശേഷം ഭ്രാന്തടിപ്പിക്കുന്ന ഒരു റോഡായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മളെ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ ലോങ് റൈഡ് പോകണം. ഇപ്പോൾ എൻ്റെ ഒരു നല്ലൊരു വണ്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് പോകാനുള്ളൊരു സാഹചര്യമില്ല. പക്ഷേ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കണം, പക്ഷേ വീട്ടുകാർക്ക് പേടിയാണ്. അതിനെ പറ്റിയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ട്രാവലിംഗ് അല്ലെങ്കിൽ ലോങ് റൈഡ് പോവുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയി നിൽക്കുകയാണ് നമ്മളെ ഈ ഒരു ജനറേഷനിൽ. കാരണം എന്ന് വെച്ചാൽ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും തമ്മിലൊരു വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് റൈഡർ ഗേൾസ് തന്നെ നമ്മളെ ഈ സംഭവത്തിലുണ്ട് കേട്ടോ. ഈ ഒരു ജനറേഷനിൽ ഇപ്പോൾ പഴയ കാലം 90s ആ ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ ഏകദേശം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ബോയ്സിൻ്റെ അടുത്ത് മാത്രമാണ് ഈ ബൈക്ക് അല്ലെങ്കിൽ വണ്ടി എന്നൊക്കെ ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനും ചെറുതിലെ ഇങ്ങനെ പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് വണ്ടി റൈഡേഴ്സും കാര്യങ്ങളൊക്കെ പോകണം ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ ജാക്കറ്റ്, ബൂട്ട്, ഫുള്ള് സാഡിൽ, ബാഗ് കാര്യങ്ങളൊക്കെ വെച്ച് പോകണം. അപ്പോൾ നമ്മളതിനെ ചിന്തിച്ചിട്ടുണ്ട്, എന്ത് ഭാഗ്യമാണ് കറങ്ങി നടക്കാം എന്നൊക്കെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിലുണ്ടായിരുന്നു. അങ്ങനെ പോകണം, വലുതാകുമ്പോൾ ഇങ്ങനെ വണ്ടി എടുക്കണം, ഒരുപാട് റൈഡ് ചെയ്യണം, ഒരു റൈഡർ ആവണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ ഇന്ന് ഒരുപാട് കൊച്ചു പയ്യന്മാർ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുന്നു. നമ്മളെ വണ്ടി പോകുമ്പം ഇങ്ങനെ എന്തോ ഒരു വലിയൊരു സംഭവമായിട്ട് നോക്കുന്നിടക്ക് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവം വന്ന വഴിക്കുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലോങ് റൈഡ് പോകണം, നിങ്ങൾക്ക് ഒരു വണ്ടിയില്ല എന്നൊരു പേരിലാണ് നിങ്ങളെ ട്രാവലിംഗ് അല്ല പൂർണ്ണമായും ഒഴിവാക്കി വെച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ പറയാം, വണ്ടി ഒരു ഫാക്ടറി അല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ട്രാവൽ ചെയ്യാനുള്ളൊരു മൈൻഡുണ്ട്, ഇപ്പോൾ ട്രാവൽ ചെയ്യാനുള്ളൊരു മൈൻഡുണ്ട്, ഏതൊരു സ്ഥലം കണ്ടാലും ഒരു ആസ്വദിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് വണ്ടി ഒരു ഫാക്ടറി അല്ല. ഒരുപാട് നടന്നു പോകുന്ന ടീംസ് ഉണ്ട്, ലിഫ്റ്റ് അടിച്ച് പോകുന്ന ടീംസ് ഉണ്ട്. യാത്രകൾ എങ്ങനെ വേണം ചെയ്യാം, നടന്നു പോവാം, ഇപ്പോൾ നിങ്ങൾക്ക് ലിഫ്റ്റ് അടിച്ച് പോവാം, സൈക്കിളിൽ പോവാം. വണ്ടി ഒരു ഫാക്ടറി അല്ല, ഈ ഒരു കാര്യത്തിൽ വണ്ടി ഒരു ഫാക്ടറി അല്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരുപാട് പയ്യന്മാരെ എനിക്കറിയാം. എന്നെക്കാട്ടിയും ഏജ് കുറഞ്ഞ പയ്യന്മാർ ഇപ്പോൾ ഓൾ ഇന്ത്യ കാര്യങ്ങളൊക്കെ അടിച്ച് സൈക്കിളിൽ അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോയിട്ടുള്ള ഒരുപാട് പയ്യന്മാരെ എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ആൾക്കാർ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ കേരള അടിച്ചാലോ ഒരു റൈഡർ ആവും എന്നൊരു കോൺസെപ്റ്റൊക്കെ മാറ്റി വയ്ക്കുക. അതൊക്കെ വെറും പൊട്ടത്തരമാണ്. സ്ഥലം ആസ്വദിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടവും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു സത്യമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നീ ഒരു ഓൾ കേരള അടിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നീ ഒരു ഓൾ ഇന്ത്യ അടിച്ചില്ലല്ലോ, നീ ഒരു റൈഡർ ആവും, നീ ഇത്ര കിലോമീറ്റർ ഓടിച്ചില്ലേ, അങ്ങനെ ഒരു ചിന്തയൊക്കെ മാറ്റി വയ്ക്കുക. കിലോമീറ്റർ ഒരു ഫാക്ടറി അല്ല, നിങ്ങൾക്ക് പോണ സ്ഥലം അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് അതാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ അതാണ് വേണ്ടത്. ഇപ്പോൾ ഒരുപാട് ഒരു 10-500 കിലോമീറ്റർ ഓടിച്ചു, എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിനെ പോലെ നിങ്ങൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു എക്സ്പ്ലോർ ചെയ്യണം, നിങ്ങൾക്ക് കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരാഴ്ചയിൽ ഫുള്ള് ജോലിയാണ്, ഓഫീസ് വീട് അങ്ങനെ ഒരാഴ്ച കംപ്ലീറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആരെ പ്രവർത്തിപ്പിക്കുന്ന ഒരു റോബോട്ടിനെ പോലെ നിങ്ങളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ മാറ്റി ഒരു വീക്കിലി ഒരു റൈഡും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങൾ ആ ഒരു ഡിപ്രഷനും കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു കുറച്ചുകൂടിയൊക്കെ റിലാക്സ് ആവാൻ പറ്റും. സോളോ റൈഡ് അടിക്കുന്നവർക്ക് അതറിയാം, അതിൻ്റേതായ കുറച്ച് യൂസ് ഉണ്ട്. ഒരുപാട് പേർക്ക് ഗ്രൂപ്പായിട്ട് റൈഡ് ചെയ്യാനാണ് ഇഷ്ടം. ഗ്രൂപ്പ് റൈഡ് ഒരു കണക്കിന് നോക്കിയാണെങ്കിൽ ഗ്രൂപ്പ് റൈഡ് നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒരു 5 പേരുണ്ടെന്ന് വെച്ചാൽ 5 പേർക്ക് ഒരേ മൈൻഡ് സെറ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ തകടം മറിഞ്ഞു പോവും.
എപ്പോഴും ഗ്രൂപ്പ് റൈഡ് പോകുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു തരം ആൾക്കാരാണ് ഫിനാൻഷ്യലി കുറച്ച് ബാക്കിലോട്ടാണ്, പൈസ കാര്യങ്ങളൊക്കെ കുറവാണ്, ട്രാവൽ ചെയ്യണമെന്നുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പം ട്രാവൽ ചെയ്യാൻ അതിയായ ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ലോങ് റൈഡും കാര്യങ്ങളൊക്കെ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് മാറ്റി വയ്ക്കരുത്. നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോവുക എന്നേ ഞാൻ പറയത്തുള്ളൂ. അതേപോലെ പ്രാന്തെടുത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, ഒരു 19-20 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നിങ്ങളുടെ വയസ്സ്. അപ്പോൾ നിങ്ങൾക്കൊരു പഠിത്തം ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലി, ചെറിയൊരു ജോലി നിങ്ങളെല്ലാവരും ഫേസ് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടിക്ക് നിൽക്കുക, ഇല്ലെങ്കിൽ ഈ പരിപാടിക്കേ നിൽക്കല്ലേ. ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഇത് ഞാൻ പറഞ്ഞ വാചകമൊന്നുമല്ല, ഏതാണ് നല്ലൊരു അറിവുള്ളൊരു വ്യക്തി പറഞ്ഞതാണ് കേട്ടോ. എന്നെക്കൊണ്ട് ഇപ്പോൾ ഒരു വാചകവും കാര്യങ്ങളൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ആരോ പറഞ്ഞ നല്ലൊരു വാക്കാണ്. ഒരു ബുക്കിൻ്റെ കവർ കണ്ടിട്ട് അതിനുള്ളിൽ എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും വിലയിരുത്തരുത്. അത് ഒരാളെ അറിഞ്ഞ് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ അവൻ അങ്ങനെ ജോലിക്ക് പോകുന്നതാണ്, അവൻ ഇന്ന ജോലിക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞ ഒരാളെ, അത് ഓരോരുത്തരുടെ പാഷനാണ്. ഓരോരുത്തരുടെ പാഷൻ്റെ പിന്നാലെ അവർ ജോലിക്ക് പോയി എങ്ങനെ കഷ്ടപ്പെട്ടാലും അവരുടെ പാഷൻ അവർ നേടിയെടുക്കണം. അപ്പോൾ ആരെയും അങ്ങനെ കുറ്റപ്പെടുത്താനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കല്. പിന്നെ വേറൊരു കാര്യം, എനിക്കുണ്ടായ ഒരു അനുഭവം ഉണ്ട്. ഈ ഇടയ്ക്ക് നമ്മളെല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ചെറിയൊരു റൈഡും കാര്യങ്ങളും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തർ ഓരോ വണ്ടി പറഞ്ഞ്, അപ്പം അവൻ തന്നെ പറഞ്ഞ് സ്പ്ലെൻഡർ എടുത്താൽ വഴിയിലാവൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇത്ര സീരീസ് പറഞ്ഞ വണ്ടി ആയിക്കോട്ടെ വഴിയിലാവും എന്നൊരു ആ പേടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. ആ ഒരു ഭയം മാറ്റി വയ്ക്കുക. വരുന്നിടത്ത് വെച്ച് കാണുക. ഞാനും ഈ വണ്ടി കൊണ്ടിപ്പോൾ ഇറങ്ങിയത് ഒരു വിശ്വാസത്തിലാണ്, വരുന്നിടത്ത് വെച്ച് എന്തെങ്കിലും കാണാം എന്ന് വെച്ചാണ്. ബാക്കി പാതി ദൈവം പാതി എന്നല്ലേ. അപ്പോൾ എന്തായാലും ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞാണ് ഞാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇറങ്ങുക. പിന്നെ ഇപ്പോൾ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം, ഇപ്പോൾ ഒരു ലോങ് റൈഡ് അല്ലെങ്കിൽ ഒരുപാട് യാത്ര പോകാൻ വീട്ടുകാരൊക്കെ ചിലപ്പോൾ പേടിയായിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാഭാവികമാണ്. എൻ്റെ വീട്ടിലും അങ്ങനെയാണ്. ഒരു റൈഡും കാര്യങ്ങൾ പോകുമ്പോൾ നോക്കി പോണേ, പേടിയാണ്. ഏറ്റവും ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ പോയാൽ തിരിച്ച് സേഫായിട്ട് വീടെത്തും. ഒരു ടൈമുണ്ട്, ഇന്ന സമയം പറഞ്ഞാൽ ആ ടൈമിനുള്ളിൽ വീടെത്തും എന്നൊരു വിശ്വാസം നിങ്ങൾ അവർക്ക് മുമ്പിൽ ക്രിയേറ്റ് ചെയ്യുക. വെറും ഉടായ്പിന് വേണ്ടി മാത്രമല്ല, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് നിങ്ങളോടുള്ള ഒരു ആ വിശ്വാസം കൂടും. ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി നിർത്താൻ പറ്റും. ഇതായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളൊരു ആദ്യമേ കയറിയ ഒരു ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഒരു ഓൾ കേരള അടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊരു ഇപ്പോൾ ഫസ്റ്റ് ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളൊരു ചെറിയ റൈഡുകൾ അടിക്കുക. ഇപ്പോൾ ഒരു വൺ ഡേ റൈഡിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ രണ്ടു മൂന്ന് ആഴ്ചകളിലായിട്ട് അങ്ങനെ ചെറിയ റൈഡുകൾ അടിക്കുക. അപ്പോൾ ആ ഒരു സേഫ് സോണിനുള്ളിൽ നിങ്ങൾ തിരിച്ചെത്തുക. ആ ഒരു വിശ്വാസം അവർ മുന്നിൽ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അവർ മുന്നിൽ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭയം കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേ ഇപ്പോൾ 2 ദിവസം ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ട് ഒരു ട്രിപ്പ് അടിക്കണമെങ്കിൽ അടിക്കാം. അപ്പം അവർക്കും ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ തിരിച്ചു വന്നാൽ അവർക്ക് വീണ്ടും ആ ഒരു നിങ്ങളോടുള്ള ഒരു വിശ്വാസം കാര്യങ്ങളൊക്കെ കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തെടുത്താൽ കുറച്ചുകൂടി നിങ്ങൾ വീട്ടുകാരുടെ പേടിയും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ, ഒരു റൈഡ് പോകാനുള്ള ഫണ്ടും കാര്യങ്ങളൊന്നും മാക്സിമം വീട്ടുകാരെ കയ്യിൽ നിന്ന് മേടിക്കാതെ ഇരിക്കുക. അങ്ങനെ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം റൈഡ് പോകുന്നതിൻ്റെ സാധ്യതകൾ കുറഞ്ഞ് വരും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു റൈഡ് പോവുകയാണ്, എന്നും ഇങ്ങനെ ഇപ്പോൾ റൈഡ് പോവുകയാണ്, അവർക്ക് സാമ്പത്തികമായി കുറച്ച് പിന്നോക്കമാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇത്ര രൂപ വേണം, ഒരു 1000 രൂപ ഇങ്ങനെ തന്നേന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവരെ എടുക്കാൻ കാണത്തില്ല. അപ്പോൾ അവിടുത്തെ ഒരു റൈഡിന് നിങ്ങൾ പോകാൻ നിൽക്കുകയാണെങ്കിൽ അവർ പോകണ്ട എന്നേ പറയുള്ളൂ, ഒരിക്കലും പോകാൻ പറയത്തില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ പൈസയ്ക്ക്, നിങ്ങളെ സേവിങ്സ് ഉള്ള എത്ര പൈസയാണോ എണ്ണ അടിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പൈസ എടുത്ത് പോവുക. ഒരിക്കലും വീട്ടുകാരെ അടുത്ത് ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് നിങ്ങൾ ഒരിക്കലും പോകാതിരിക്കുക. അങ്ങനെ പോയാലും ആ ഒരു റൈഡിന് ഒരു സുഖവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങളെ കുറച്ച് പൈസയാണ്, എത്ര ആയിക്കോട്ടെ, നിങ്ങൾ അധ്വാനിച്ച പൈസയാണ്. അതുകൊണ്ട് റൈഡ് പോണ സുഖം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. സ്വന്തം പൈസയ്ക്ക് നിങ്ങൾ അധ്വാനിച്ച പൈസയാണ് എങ്കിൽ നിങ്ങൾ അതൊന്നും പേടിക്കാനില്ല. പിന്നെ ഈ പറഞ്ഞ വീട്ടുകാരെ പേടി, അത് മാറ്റാനുള്ള വഴികളാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. അത് ഓക്കെയാണ്, ഫണ്ട് ഓക്കെയാണ്. പിന്നെ മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചാൽ സേഫ്റ്റി. നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കുക. എത്ര ചെറിയ റൈഡ് ആയിക്കോട്ടെ, എത്ര വലിയ റൈഡ് ആയിക്കോട്ടെ, നമ്മളെ സേഫ്റ്റി മാറ്റി വെച്ചിട്ട് ഒരു പരിപാടിക്ക് നിൽക്കുന്ന ആളാണ് നിങ്ങൾ. ഒരു ഹെൽമെറ്റ്, ഇപ്പം എനിക്ക് തോന്നുന്നു പൊതുവെ ഇങ്ങനെ ഹെൽമെറ്റ് വെക്കാതെയൊക്കെ നമ്മളെ പയ്യന്മാർ വെക്കാതെ പോകണമെന്ന് കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഹെൽമെറ്റ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഫാക്ടറാണ് കേട്ടോ. മുമ്പൊക്കെയാണ് റയറായിട്ടാണ് നമ്മളെ ബ്രാൻഡഡ് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡഡ് ഹെൽമെറ്റും കാര്യങ്ങളൊന്നും നമ്മളെ പഴയ കാലങ്ങളിൽ ഇല്ലായിരുന്നു.
വരുന്നത്. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഇപ്പോൾ നല്ല നല്ല ബ്രാൻഡുകൾ അല്ലെങ്കിൽ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഷെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഹെൽമെറ്റ് നിരവധി ഒരുപാട് ഹെൽമെറ്റ് നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് ഇപ്പം നല്ല ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത്. അപ്പോൾ ആ ഹെൽമെറ്റ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒരു ഹെൽമെറ്റ് മേടിച്ച് വയ്ക്കുക. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരു ജാക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു ഫുള്ള് ബൂട്ട് അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് ഒരു റൈഡിങ് ബാൻഡ് എല്ലാം മേടിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഒരു ഹെൽമെറ്റ് മസ്റ്റായിട്ട് വയ്ക്കുക. നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് മസ്റ്റായിട്ട് വയ്ക്കുക. അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇത്രയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ചെറിയൊരു വീഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് നമ്മൾ സേവ് ചെയ്യുന്നിരിക്കും. ഹെൽമെറ്റ് വെച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും സേഫ് അല്ല കേട്ടോ. നിങ്ങളൊരു ചെറിയൊരു ഇപ്പോൾ ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ രക്ഷപ്പെടാം. ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാമെന്നല്ല ഞാൻ പറഞ്ഞത്. ഹെൽമെറ്റ് വയ്ക്കുക. ഹെൽമെറ്റ് വെച്ചാൽ അതിൻ്റേതായ ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ ബഡ്ജറ്റിൽ നല്ല നല്ല ഹെൽമെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽമെറ്റ് മേടിച്ച് വയ്ക്കാൻ നോക്കുക. അതുപോലെ തന്നെ ജാക്കറ്റ് അത്യാവശ്യം ഇപ്പോൾ ജാക്കറ്റ് മേടിക്കുന്നവരുടെ അടുത്ത് എനിക്കെന്ത് പറയാനുള്ളത്, ഒരു ലെവൽ 2 പാഡിങ് ജാക്കറ്റെങ്കിലും മേടിക്കുക. ഇപ്പോൾ കോപ്പി ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. കഴിവതും അതൊന്ന് ഒഴിവാക്കിയിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലെവൽ 2 പാഡിങ് ഉള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ മേടിക്കുക. പിന്നെ ഒരു ഗ്ലൗ മേടിച്ചിടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എൻ്റെ കയ്യിൽ ആ സാധനമില്ല, കാരണം ഞാൻ ഒരെണ്ണം മേടിച്ചത് വലുതായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഗ്ലൗ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് മേടിച്ചിടാം. ചെറിയൊരു വീഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫോണത് ഈ കയ്യിലെ ഈ ഒരു ഭാഗം കണ്ട, ഈ ഒരു ഭാഗത്താണ് ഓരവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. കിട്ടിയ ചോറ് തിന്നാൻ പോലും പറ്റത്തില്ല, അമ്മാതിരി വേദനയായിരിക്കും. അപ്പം അതൊരെണ്ണം മേടിച്ചിടുക. അപ്പോൾ ഒരു ജാക്കറ്റ് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലൗ മേടിച്ചിടുക കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഓരോ റൈഡിങ് ഗിയേഴ്സിന് അതിൻ്റേതായ ഒരു യൂസുണ്ട്. അപ്പോൾ നിങ്ങൾ റൈഡിങ് ഗിയേഴ്സിൻ്റെ കാര്യം കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് സെറ്റാക്കാം. നിങ്ങൾ വിചാരിച്ച സെറ്റാക്കാവുന്നതുള്ളത് വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കുക. പിന്നെ ഫണ്ടിൻ്റെ കാര്യം അത് നിങ്ങളുടെ കയ്യിലാണ്. പിന്നെ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വണ്ടി ഒരു ഫാക്ടറി അല്ല, ഒരിക്കലും വണ്ടി ഒരു ഫാക്ടറി അല്ല. വണ്ടി കിലോമീറ്റർ ഇത് ഒരിക്കലും ഒരു ഫാക്ടറി അല്ല. എല്ലാത്തിനും അതിൻ്റേതായ ഒരു മൈൻഡ് വേണം. നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു നെഗറ്റീവ് അടിക്കാൻ വേണ്ടി മാത്രം കാണും. നിന്നെ കൊണ്ട് പറ്റും, ഈ വണ്ടി കൊണ്ട് പോയ വഴിയിലാവൂലേ എന്നൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് വരും. ആ നെഗറ്റീവ്സിനെ നിങ്ങൾ മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ സക്സസ്സിൽ എത്തിപ്പെടാൻ പറ്റും. ആ ഒരു ഒറ്റ കാര്യം മതി. ആ നെഗറ്റീവ്സിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്നാലും നമ്മളെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളെ ചോദ്യത്തിനുള്ള ഒരു മറുപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു കളിയ വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.